ചെങ്കടലിൽ വീണ്ടും ഹൂത്തികളുടെ ആക്രമണം. 2 കപ്പലിന് നേരെ വെടിവെപ്പ് നടന്നതായിരിക്കുന്ന വിവരം പുറത്തു വന്നു. ഒരു കപ്പലിന് നേരെ മിസൈൽ പായിച്ചു എന്നുള്ള റിപ്പോർട്ടുമാണ്. ഈ മേഖല സുരക്ഷിതമല്ലെന്ന് ഹൂത്തികൾ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു. തങ്ങളുടെ നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് ഈ മേഖലയിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെ തീർച്ചയായിട്ടും തങ്ങൾ ആക്രമിക്കുമെന്ന് ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹൂത്തികളും സമാനമായ രീതിയിൽ ഹോർമുസ് കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാനും പറഞ്ഞിരിക്കുകയാണ്. ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം സമാനമായ രീതിയിൽ തന്നെയാണ്. ഈ മേഖല തങ്ങളുടെ സ്വതന്ത്രമായിരിക്കുന്ന പാതയാണെന്നും ഈ മേഖലയിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കപ്പൽ തങ്ങളുടെ അനുവാദമില്ലാതെ നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കപ്പൽ തങ്ങൾ ആക്രമിക്കും എന്നുള്ളതാണ്. അതിന് സമാനമായിരിക്കുന്ന സ്ഥിതി വിശേഷം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പല ഘട്ടങ്ങളിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഹോർമുസ് കടൽ സ്വതന്ത്ര പാതയായിരിക്കുന്നു, ഇനി സുരക്ഷിതമായ രീതിയിൽ പോകാം, നിങ്ങൾക്ക് ധൈര്യസമേതം പോകാം, ഞങ്ങൾ നിങ്ങളുടെ പിന്നിലുണ്ട് എന്നൊക്കെ പറയുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ കപ്പലിനെ അമേരിക്കക്ക് പോലും സംരക്ഷിക്കാൻ സാധിക്കാത്തൊരു സ്ഥിതിയാണുള്ളത്. അപ്പം അങ്ങനെയാകുന്ന സമയത്ത് ഈ കാര്യങ്ങൾ പറയുന്നതിലൊന്നും വലിയ അർത്ഥമില്ലെന്ന് ലോകം മനസ്സിലാക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട കപ്പലുകൾ മാത്രം 3ഉം 4ഉം കപ്പലുകൾ അല്ലെങ്കിൽ 10ൽ താഴെ കപ്പലുകൾ മാത്രമാണ് ഹോർമുസ് കടലിലൂടെ ഇപ്പോൾ നിത്യേന കടന്നു പോകുന്നത്. അതും ഇറാൻ്റെ അനുവാദത്തോടു കൂടി മാത്രം. നേരെ സാധാരണഗതിയിൽ അതായത് ഫെബ്രുവരിയിലാണ് ഈ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അതിന് മുൻപ് നോക്കുന്ന സമയത്ത് 100 മുതൽ 120 കപ്പൽ വരെ നിത്യേന കടന്നു പോയിരിക്കുന്ന ഒരു കടൽപാതയാണ് ഹോർമുസ് കടൽപാത എന്ന് പറയുന്നത്. ഇനി ചെങ്കടലിലേക്ക് നമുക്ക് നോക്കുന്ന സമയത്ത് ഇതിനേക്കാൾ കൂടുതൽ ചെങ്കടലിലൂടെ കപ്പൽ കടന്നു പോകാറുണ്ട്. പക്ഷേ അവിടെയും ഇപ്പം കപ്പൽ കടന്നു പോകുന്നില്ല എന്നുള്ളതാണ്. ഒറ്റപ്പെട്ട രീതിയിൽ മാത്രമാണ്. ചെങ്കടലിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 8-10 രാജ്യങ്ങളുടെ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. അതിർത്തി പങ്കിടുന്ന കടലിടുക്കാണ് ചെങ്കടൽ എന്ന് പറയുന്നത്. അത് ചെങ്കടൽ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു ഇടുങ്ങിയ കടൽപാത വരുന്നുണ്ട്. അത് ആ മേഖല മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ ഹോർമുസിനെ പോലെ ഒരു കുപ്പിക്കയത്ത് പോലെ ആയിരിക്കുന്ന കാര്യം കടലിടുക്ക് എന്ന് പറയുന്നത്. അവിടെ മാത്രമല്ല നിയന്ത്രണം. ഇപ്പോഴത്തെ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ചെങ്കടൽ അപ്പാടെ ഒരു യുദ്ധഭൂമികയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹൂത്തികൾ. അതുകൊണ്ട് തന്നെ ഈ മേഖലയുടെ കപ്പൽ സുരക്ഷിതമല്ല എന്നവർ പറയുന്നു. ഇവിടെ നമ്മൾ ഹോർമുസിലേക്ക് നോക്കുന്ന സമയത്ത് ഹോർമുസിൻ്റെ കടലിടുക്ക് എന്ന് പറഞ്ഞാൽ ഒമാനും ഇറാനും മാത്രം അതിർത്തി പങ്കിടുന്ന 90 കിലോമീറ്റർ നീളവും ഏകദേശം 15 മുതൽ 30 കിലോമീറ്റർ വീതിയുമുള്ള ഒരു ചെറിയ കടലിടുക്കാണ്. അതിൻ്റെ നിയന്ത്രണം യുദ്ധമായതുകൊണ്ട് തങ്ങൾക്കാണ് എന്ന് പറയുന്നു ഇറാൻ. എന്നാൽ അതല്ല എന്ന് നിഷേധിക്കുന്നില്ല ഒമാൻ എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഈ 2 കടലിടുക്കാണ് യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ സാമ്പത്തിക മേഖലയുടെ 30% മേലെ നിയന്ത്രിക്കുന്നത് എന്നൊരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ട് ലോകത്താകമാനമുള്ള പെട്രോളിയത്തിന് വില കൂടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. വില കൂടിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആയിട്ടല്ല ഇപ്പം നിലനിൽക്കുന്നത്. ഇനിയും അത് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു നിയന്ത്രണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ 2 കടൽപാത മാത്രമാണ്. ആ ഒരു സ്ഥിതിയിൽ ഇതിനെ അതിജീവിച്ചുകൊണ്ട് ഈ മേഖല സ്വതന്ത്രമായിരിക്കുന്ന പാതയാക്കി മാറ്റുക എന്നുള്ള അമേരിക്കയുടെ ശ്രമം യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ വിലപ്പോകുന്നില്ല എന്ന് പറയുമ്പോൾ അവർ ലോക സൈനിക ശക്തിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നുമില്ല എന്നതാണ്. അമേരിക്കയുടെ സൈനികർ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് എത്രത്തോളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നതിൻ്റെ കൃത്യമായിരിക്കുന്ന ഒരു വിവരം പോലും ഈ ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അവർ പല ഘട്ടങ്ങളിലായിട്ട് അമേരിക്കയുടെ കോൺഗ്രസ് തന്നെ ഈ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായിരിക്കുന്ന സത്യങ്ങളും പറയണം. എത്രത്തോളം നാശങ്ങളും എത്രത്തോളം നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് രാജ്യത്തിന്, എത്ര സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, നമ്മൾക്ക് എത്ര കവചിത വാഹനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്തുകൊണ്ടത് പറയുന്നില്ല എന്ന ചോദ്യത്തിന് യഥാർത്ഥത്തിൽ അവർക്ക് ഉത്തരം പറയാൻ പോലും കഴിയുന്നില്ല. കാര്യം അത് വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാകും എന്നുള്ള ഒരു ഭയത്താലാണത് പറയാത്തത് എന്നാണ് നമുക്ക് അനുമാനിക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഇപ്പോഴത്തെ നിലവിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന സഹായങ്ങൾ, അത് ചൈനയുടെയും റഷ്യയുടെയും സഹായം വലിയ തരത്തിൽ കിട്ടുന്നു. ചെറിയ തരത്തിലൊന്നുമില്ല, വലിയ തരത്തിൽ അവർക്ക് സഹായം കിട്ടുന്നുണ്ട്. ഈ സഹായങ്ങൾ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങളൊക്കെ പല ഘട്ടങ്ങളിലായിട്ട് അമേരിക്ക നടത്തിയിട്ടുണ്ടെങ്കിലും അതിലൊന്നും അവർ വഴങ്ങിയിട്ടില്ല. അവർ വളരെ കൃത്യതയോട് കൂടി തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അഥവാ നിങ്ങൾ അമേരിക്കക്ക് ഇസ്രായേലിനെ സഹായിക്കാമെങ്കിൽ
ഞങ്ങൾക്ക് ഇറാനെ സഹായിക്കുന്നതിന് എന്താ കുഴപ്പം എന്ന് ആദ്യം ചോദിച്ചത് ചൈനയാണ്. ചൈന ലോകത്തിലെ 5 വൻ ശക്തികൾപ്പെട്ട ഒരു രാജ്യമാണെന്നൊരു പ്രത്യേകതയുണ്ട്. ഇതിനു മുൻപ് തന്നെ ചൈനയുടെ കപ്പലിന് നേരെ അമേരിക്കയുടെ ഡ്രോൺ വന്നത് വലിയ രീതിയിലുള്ള എതിർപ്പോട് കൂടിയാണ് ചൈന അതിനെ പ്രതികരിച്ചത്. ചൈന പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ആവർത്തനമുണ്ടായാൽ അതിനനുസരിച്ചുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. തങ്ങളുടെ കപ്പലിന് നേരെ ഏതെങ്കിലും തരത്തിൽ ഇത്ര രഹസ്യ കാര്യങ്ങൾ ചോർത്തുന്ന തരത്തിലുള്ള ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾ നടത്തുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലനം ഭാവിയിൽ വളരെ വളരെ വലുതായിരിക്കും എന്ന് പോലും യഥാർത്ഥത്തിൽ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കാൻ നമുക്ക് സാധിക്കുന്നത് ഒരു തരത്തിലും ഒരു രീതിയിലും യഥാർത്ഥത്തിൽ അമേരിക്കയെ അംഗീകരിക്കുകയോ അമേരിക്കയുടെ നിലപാടുകൾ ശരിവെക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ചൈനയും റഷ്യയും ഭീഷണിപ്പെടുത്തുക, അവരുടെ സൈനിക സംവിധാനത്തെ തകർക്കുമെന്ന് പറയുക, ഈ ഭയപ്പാടെല്ലാം എല്ലാ രാജ്യങ്ങൾക്കും കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു രത്ന ചുരുക്കമുണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ഇറാനാണ്. ഇത്രയോ ഉള്ളൂ യഥാർത്ഥത്തിൽ അമേരിക്ക എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ഇന്നത്തെ ഒരു അക്രമത്തിനുള്ള പ്രത്യേകത തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്, അമേരിക്ക ആക്രമിക്കാതെ തന്നെ ഇറാൻ കുവൈറ്റിനെ ആക്രമിച്ചു, അതോടൊപ്പം തന്നെ ജോർദാനെയും ആക്രമിച്ചു. അതിൻ്റെ അർത്ഥം അമേരിക്കയെ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷങ്ങളൊന്നും ഇല്ല. തങ്ങളുടെ രാഷ്ട്രീയമായിരിക്കുന്ന നിലനിൽപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിരിക്കുന്ന വിഷയത്തിലോ ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ടായാൽ തീർച്ചയായിട്ടും അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ആ സ്വാഭാവികമായിരിക്കുന്ന പ്രതികരണം മാത്രമാണ് ഇപ്പോൾ തങ്ങളുടെ ഭാഗത്തുനിന്ന് കണ്ടത് എന്ന് ചുരുക്കം. ആ കാര്യം യഥാർത്ഥത്തിൽ ഇറാൻ തന്നെ പറയുന്നുണ്ട്. ഇറാനെതിരെ നിലവിൽ കനമുള്ള ഭീഷണി സ്വരങ്ങളൊന്നും ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നേയില്ല. കാര്യം അതുകൊണ്ട് പ്രയോജനമില്ലെന്ന് ലോകത്തിന് മനസ്സിലായി. ഇത്രയും കാലത്തിനിടയിൽ അല്ലെങ്കിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഉണ്ടായതിന് ശേഷം ഇത്രയേറെ 100ഓളം പ്രസിഡന്റുമാർ മാറി വന്നിട്ട് ആ രാജ്യത്തിനും ആ പ്രസിഡന്റ് എന്ന് പറയുന്ന സംവിധാനത്തിനും ഇത്രയേറെ നാണക്കേടുണ്ടാക്കിയ ഒരു പ്രസിഡന്റ് ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. ആ ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിച്ചത് യഥാർത്ഥത്തിൽ ട്രംപ് എന്ന് പറയുന്ന മനുഷ്യൻ മാത്രമാണ്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിലൊക്കെ വിലയിരുത്തുമ്പോൾ അമേരിക്കക്കകത്തുണ്ടാകുന്ന സാമ്പത്തിക തകർച്ച അല്ലെങ്കിൽ അവരുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കൊക്കെ വില വർധനം അതുപോലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത വിധം വിഷണ്ണമായിരിക്കുന്ന ഒരു പ്രസിഡൻ്റായി യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇറാൻ എന്ന് പറയുന്ന രാജ്യം മാറ്റിപ്പണിതിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.